നമുക്കൊക്കെ ഒരു സംശയം വേണം അവിടെ. ഈ മഹാന്മാർ ഇത്രയൊക്കെ ഇബാദത്ത് ചെയ്തിട്ട് കരിയാ, നമുക്ക് അങ്ങനെ കരച്ചിൽ വരും? ഇല്ല. നമുക്കാണെങ്കിൽ ഇബാദത്ത് ഇല്ല. എന്താ തമ്മിൽ വ്യത്യാസം ഒന്നേ ഉള്ളൂ. നമുക്ക് അള്ളാനെയും പരലോകവും അറിയില്ല, മഹാന്മാർക്ക് അത് അറിയാം, അതിന്റെ ഭയാനകത അറിയാം. 999 പേര് നരകത്തൊക്കെ പോയിട്ട് വേണോ ഒരാൾ സ്വർഗത്തിൽ കിടക്കാൻ? ആ ഒരു മെമ്പറിൽ പെടാൻ എന്ത് പണിയുണ്ട്? ആയിരക്കണക്കിന് കൊല്ലം സഞ്ചരിക്കാനുള്ള പാല സിറാത്ത് പാലം. ആ പാലത്തിലൂടെ നടക്കണമെങ്കിൽ കാലിന് എത്ര ആത്മീയ റീചാർജ് ചെയ്യണം? ഇപ്പൊ ഇവിടെ സമസ്തന്റെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് കടന്നു വരുന്നതെന്ന് വിചാരിക്കും. എവിടെ? നമ്മളെ വീട്ടിലേക്ക്. പത്രം വായിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ അവിടെ മടക്കി വെച്ച് ഉസ്താദിനെ സ്വീകരിക്കും. നമ്മുടെ ഒരു ചെറിയ മോള് UKG പഠിക്കുന്ന ഒരു ചെറിയ മോള് ഉസ്താദിനെ മെയിൻ പോലും ചെയ്യില്ല. കാരണം ആ കുട്ടിക്ക് സുലൈമാൻ ഉസ്താദിനെ അറിയില്ല. നമുക്ക് അറിയാം. ഗസാലി ഇമാമിനെ നിസ്കരിക്കുമ്പോൾ ആരെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് അറിയാം, നമുക്ക് അറിയില്ല. അത്ര തന്നെ വ്യത്യാസമുള്ളൂ. ഇനി വേറെ ചക്കിക്കൊന്നും പറ്റേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ നിലവിലുള്ള സ്റ്റാറ്റസ്. നമുക്ക് പേടി വേണം, ആഖിറത്തെ ഓർത്ത് പേടി വേണം. എല്ലാ ആൾക്കാരെയും നരകത്തിൽ കടത്തി ഒരാളെ മാത്രം സ്വർഗത്തിൽ കടത്തുന്നു എന്ന് അള്ളാഹ് പറഞ്ഞാൽ ഞാൻ വിചാരിക്കും അത് ഞാനായിരിക്കും എന്ന് ഉമർ റളിയല്ലാഹു പറയുന്നു. അതേ ഉമറങ്ങൾ എന്നെ പറയുന്നത് കാണാം, എല്ലാവർക്കും സ്വർഗം കൊടുത്തു, ഒരാൾക്ക് മാത്രം നരകമാണ് എന്ന് അള്ളാഹ് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് ഞാനായിരിക്കും എന്ന് പറയാൻ എന്ന് ഞാൻ കരുതും എന്ന് പറയും. പേടിയും പ്രതീക്ഷയും ജീവിതത്തിൽ വേണം. ഇപ്പൊ സൈക്കോളജി ഓവർ ആവലോടുകൂടി എല്ലാവർക്കും പേടി പോയി. കാരണം അയാം ഓക്കെ ആണല്ലോ. എങ്ങനെ പേടിയുണ്ടാവും? എങ്ങനെ പേടിയുണ്ടാവുക? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഈ ദുനിയാവല്ല യഥാർത്ഥ ലോകം. ദുനിയാവ് ഇങ്ങനെ തീർന്നു പോവുകയാണ്.